Hello, welcome to Bilingual Tutorial. This is Maya Anandan. Today we are going to discuss the poem If, written by Rudyard Kipling. റുഡ്യാർഡ് കിപ്ലിംഗ് പ്രശസ്തനായ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. നമുക്ക് ഇന്ത്യക്കാർക്കും അഭിമാനിക്കാം. അദ്ദേഹം ജനിച്ചതും വളർന്നതും ഇന്ത്യയിലാണ്. അദ്ദേഹത്തിൻ്റെ ജംഗിൾ ബുക്ക് എന്ന വർക്കിനെക്കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. പോയം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എല്ലാ ലെസൻ്റെയും ബാക്കിലുള്ള ഗ്രാമർ പോർഷൻ്റെ വീഡിയോസ് കൺഫ്ലുവൻസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് അതുകൂടെ പഠിക്കുക. എന്നാൽ ഈ പോം ഇഫ് എന്ന ഈ പോം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു അച്ഛൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ്. ഒരു അച്ഛൻ തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശം പോലെ. അതുകൊണ്ട് തന്നെ ഇതൊരു ഡൈഡാക്റ്റിക് പോയമാണ് വിച്ച് സജസ്റ്റ് ആൻ ഐഡിയ. വേണമെങ്കിൽ ഇത് കിപ്ലിംഗ് തൻ്റെ മകന് നൽകുന്ന ഉപദേശമായിട്ടും കണക്കാക്കാം. അല്ലെങ്കിൽ ഏതൊരച്ഛനെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പീക്കർ ഒരു മകന് നൽകുന്ന ഉപദേശവുമാകാം. 4 സ്റ്റാൻസകളുള്ള ഈ പോയത്തിൽ ഓരോ സ്റ്റാൻസയിലും 8 വരികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒക്ടേവ് എന്നതിന് പേര് കൊടുക്കാം. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഈഫ് ക്ലോസ് അല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിൻ്റെ നിയമങ്ങൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ് ഈ പോയം എഴുതിയിരിക്കുന്നത്. അതായത് ഇഫ് ക്ലോസിലൂടെ ഒരു കണ്ടീഷനാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ കണ്ടീഷൻ്റെ റിസൾട്ടും പറയണം. ഒരു മെയിൻ ക്ലോസ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ഈ പോയവും എഴുതിയിരിക്കുന്നത്. എല്ലാ വരികളിലും ഒരു കണ്ടീഷൻ പറയുന്നു. എന്നാൽ ഇതിൻ്റെ മെയിൻ ക്ലോസ്, ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റുള്ള 2 വരികളിൽ തന്നിരിക്കുന്നു. ഓരോ ഇഫ് ക്ലോസിൻ്റെയും മെയിൻ ക്ലോസ് വരുന്നത് ലാസ്റ്റുള്ള വരികളാണ്. അതങ്ങനെ തന്നെ വായിക്കുവാൻ ശ്രമിച്ചാൽ ഉത്തമം. ഫോർ എക്സാമ്പിൾ, if you can keep your head when all about you are losing theirs and blaming it on you. ഇതൊരു കണ്ടീഷനാണ്. ഇതിൻ്റെ റിസൾട്ട് വരുന്നത് ഏറ്റവും ലാസ്റ്റ്. നോക്കുക, നിനക്ക് ചുറ്റുമുള്ളവർ അവരുടെ ആത്മനിയന്ത്രണം വിട്ട് നിന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് ക്ഷമയോടെ നിന്നിൽ വിശ്വസിച്ച് തലയുയർത്തി നടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, yours is the earth and everything that's in it, and which is more, you'll be a man, my son. നിൻ്റെയാണ് ഈ ഭൂമി. ഈ ഭൂമിയിലുള്ളതെല്ലാം നിൻ്റേതാണ്. അതിലുപരി നീ ഒരു മനുഷ്യനാണ് എൻ്റെ മകനെ. ഇങ്ങനെ ആദ്യത്തെ സ്റ്റാൻസ മുതൽ അവസാനത്തെ സ്റ്റാൻസ വരെ കണ്ടീഷനും അതിൻ്റെ റിസൾട്ടും നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കണം. പക്ഷേ പോം എഴുതിയിരിക്കുന്നത് ആദ്യം അതിൻ്റെ കണ്ടീഷൻ മാത്രം പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് സ്റ്റാൻസയിൽ അതിൻ്റെ റിസൾട്ട് പറഞ്ഞിരിക്കുന്നു. സോ വിൽ എക്സ്പ്ലെയിൻ ഇൻ സച്ച് എ വേ ഇറ്റ് സെൽഫ്. ഞാൻ പറയുന്ന മലയാളത്തിനൊപ്പം നിങ്ങൾ ഇംഗ്ലീഷും കൂടെ വായിച്ചു പോവണേ. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് theirs and blaming it on you. നിനക്ക് ചുറ്റുമുള്ളവർ അവരുടെ ആത്മനിയന്ത്രണം വിട്ട് നിന്നെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിനക്ക് ക്ഷമയോടെ നിന്നിൽ വിശ്വസിച്ച് തലയുയർത്തി നടക്കാൻ കഴിയുന്നുണ്ടോ? യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു, ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. മറ്റുള്ളവർ നിന്നെ സംശയിക്കുമ്പോൾ നിനക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ സംശയിച്ചവരെ പൂർണ്ണമായും ഒഴിവാക്കാതെ അവരുടെ സംശയത്തിന് ഒരു കാരണമുണ്ടോ എന്ന് അന്വേഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് നീ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് സ്വയം വിശകലനം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയേർഡ് ബൈ വെയിറ്റിംഗ് ഓർ ബീയിങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ആൻഡ് ലൈ. നിനക്ക് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ, തളരാതെ വെയിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിന്നെക്കുറിച്ച് മറ്റുള്ളവർ നുണ പറയുകയാണെങ്കിൽ നീ നുണ പറയാതിരിക്കുകയാണെങ്കിൽ, ഓർ ബീയിങ് ഹേറ്റഡ്, don't give way to hating, and yet don't look too good nor talk too wise. വെറുക്കപ്പെടുകയാണെങ്കിൽ വെറുക്കാൻ ഒരു അവസരം കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞാൽ, ഒരു നല്ല മനുഷ്യനായി ചമഞ്ഞുകൊണ്ട് ഉപദേശിക്കാൻ പോവാതിരിക്കാൻ സാധിക്കുമെങ്കിൽ, you can dream and not make dreams your master. If you can think and not make thoughts your aim. നിനക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും സ്വപ്നത്തിന് അടിമയാകുന്നില്ലെങ്കിൽ, നിനക്ക് ചിന്തിക്കാൻ കഴിയണം പക്ഷേ ചിന്ത മാത്രമായിരിക്കുന്നില്ലെങ്കിൽ, if you can meet with triumphs and disaster and treat those 2 impostors just the same. നിനക്ക് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, ജയത്തെയും തോൽവിയെയും ഒരുപോലെ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ,
If you can bear to hear the truth you have spoken, twisted by your nails to make a trap for fools. നീ പറഞ്ഞ സത്യങ്ങൾ ആരെയൊക്കെയോ വിഡ്ഢികളാക്കുവാൻ വേണ്ടി ഒരു വിശ്വസിക്കാൻ കൊള്ളാത്തവൻ വളച്ചൊടിക്കുന്നത് സഹിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, or was the things you gave your life to broken and stoop and build them up with worn out tools. നിന്റെ ജീവൻ കൊടുത്ത് നീ ഉണ്ടാക്കിയെടുത്തവ നഷ്ടപ്പെട്ടാൽ ആ വിജയങ്ങളെല്ലാം നീ നേടിയെടുത്ത അതേ ടൂൾ ഉപയോഗിച്ച് അവയെ വീണ്ടും നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, if you can make one heap of all your winnings and risk it on one turn of pitch and toss, നീ സ്വരുക്കൂട്ടി വെച്ച നിന്റെ നേട്ടങ്ങൾ അവയെ കൂട്ടിവെച്ച് ഒരു ചൂതാട്ടത്തിന് ധൈര്യമുണ്ടെങ്കിൽ, നിന്റെ നേട്ടങ്ങളെ ചേർത്ത് വെച്ച് അവയെ റിസ്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടിടത്തു നിന്ന് അവയെ തിരികെ പിടിക്കാൻ കഴിഞ്ഞാൽ, and lose instead gain at your beginnings and never breathe a word about your loss. ജീവിതത്തിൽ റിസ്ക് എടുക്കാനുള്ള ധൈര്യം കാണിച്ച് അവയൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും തുടങ്ങൂ. നിന്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഒരു ആത്മകഥം പോലും പറയാതിരിക്കാൻ കഴിഞ്ഞാൽ, if you can force your heart and nerve and sinew to serve your turn long after they are gone. നിനക്ക് നിന്റെ ഹൃദയവും ബ്രെയിനുമൊക്കെ വീക്കായെങ്കിലും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടെങ്കിലും നിന്റെ ഊഴം വരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, and so hold on when there is nothing in you except the will which says to them, hold on. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും നിന്റെ ഉള്ളിലുള്ള വിൽ പവർ നിന്നോട് പിടിച്ചു നിൽക്കൂ എന്ന് പറയുകയാണെങ്കിൽ, you can talk with crowds and keep your virtue, or walk with kings nor lose the common touch. നിനക്ക് സാധാരണ മനുഷ്യരോടും കിങ്ങിനോടും ഒരുപോലെ ഇടപെടാൻ കഴിയുകയാണെങ്കിൽ, neither foes nor loving friends can hurt you. If all men count with you, but none too much. നിന്നെ നിന്റെ ശത്രുക്കൾക്കോ നിന്റെ ഉറ്റ സുഹൃത്തുക്കൾക്കോ വേദനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിനക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, if you can fill the unforgiving minute with 60 seconds worth of a distance run, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാത്ത സമയത്തെ ഒരു അത്ലറ്റിനെ പോലെ ഓരോ നിമിഷവും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചാൽ, yours is the earth and everything that's in it, and which is more, you'll be a man, my son. നിന്റെയാണ് ഈ ഭൂമി. ഈ ഭൂമിയിലുള്ളതെല്ലാം നിന്റേതാണ്. അതിലുപരി നീയൊരു മനുഷ്യനാണ് എൻ്റെ മകനെ.